അപ്പോൾ സെഷൻ്റെ പേര് നിങ്ങൾക്ക് വേദിയിൽ കാണാം, സ്പ്രെഡിങ് ജോയ് എന്നാണ്. സ്പ്രെഡിങ് ജോയ് എന്നത് 2023 ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്, കോ റിട്ടൺ ബൈ തോമസ് കറിയ ആൻഡ് നിധി ജെയിൻ. ആ പുസ്തകം 2024 ഹാപ്പർ കോളിൻസ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അത് 2024 നാഷണൽ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ അതിൻ്റെ ഒരു ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവതാരകയായി വേദിയിലെത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ പുസ്തകം ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. പിന്നീട് ഇപ്പോൾ സാറിനോട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി വായിച്ചു. അപ്പോൾ തോന്നിയ ഒരു കാര്യം, ശ്രീ ജോയ്, ദർ ആർ ന്യൂ ഇൻസൈറ്റ്സ് എമേർജിങ് ഈച്ച് ടൈം. പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ തവണ വായിക്കുമ്പോഴും ഈ പുസ്തകത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷങ്ങളുടെ ജീവിതം ഒരു പുസ്തകത്തിലേക്ക് കാച്ചിക്കുറുക്കി എഴുതുമ്പോൾ ഹൗ മച്ച് ഹാസ് ബീൻ കവേർഡ് ഇൻ ദറ്റ് ബുക്ക്, ഹൗ മച്ച് ഹാസ് ബീൻ ലെഫ്റ്റ് ഔട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് നിങ്ങൾ ഈ ഓഡിയൻസ് കുട്ടികളെ കാണുമ്പോഴേ അധികം പെൺകുട്ടികളാണെന്ന് തോന്നുന്നു. ഞാൻ സ്വർണ്ണക്കച്ചവടം ആയതുകൊണ്ട് പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. ഇവരൊക്കെയും ഭാവിയിൽ നമ്മുടെ കസ്റ്റമേഴ്സായിട്ട് വരുമല്ലോ എന്നുള്ളൊരു ഞാൻ എഴുതിയ ബുക്ക് എൻ്റെ എത്രയും വർഷത്തെ ലൈഫ് സ്റ്റോറിയാണ്. എൻ്റെ ബിസിനസ്, ബാല്യകാലം, ഗൾഫിലേക്ക് പോകാനുള്ള കാരണങ്ങൾ, എൻ്റെ മറ്റെല്ലാം ഇതിനകത്തുണ്ട്. എൻ്റെ സ്ട്രഗിൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചിട്ട് കൂടുതൽ ഞാനായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കൂടുതൽ അടുക്കുകയോ ചെയ്യുമ്പോൾ അവർ പറയും ഞാൻ ഒന്നും കൂടി ബുക്ക് വായിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ബുക്ക് വായിക്കാനുണ്ട് നിർബന്ധമായിട്ടും. ഈ ബുക്ക് അവൈലബിൾ ആണ് ആമസോണിൽ, 4 ലാംഗ്വേജിലായിട്ടുണ്ട്. ഓഡിബിൾ കിട്ടും, ഓഡിബിൾ വേണമെങ്കിൽ എടുക്കാം. കിൻഡലുണ്ട്. അപ്പോൾ ആന്ധ്ര ധാരാളം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു. അത് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് സ്പ്രെഡിങ് ജോയ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. എന്നിരിക്കലും അദ്ദേഹം കടന്നു വന്നിട്ടുള്ള ഭൂമികകളുടെ ഒരു ചരിത്രപരമായ ഒരു മാർക്കിങ്ങും കൂടി അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ ഒരു മേഖലയ്ക്ക് ഒരു സ്വർണ്ണ ഭൂമിക എന്നുള്ള നിലയ്ക്കുള്ള ഒരു റെലവൻസ്, അല്ലെങ്കിൽ ഗൾഫ് എന്ന ഒറ്റ വാക്കിൽ നമ്മൾ മലയാളികൾ ഒത്തിരി നാളായി പറയുന്ന ഒരു പ്രദേശം, അതിൻ്റെ ഒരു ഹിസ്റ്ററി, സിഗ്നിഫിക്കൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥയോടൊപ്പം എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ എന്നുള്ളതാണ് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം. അത് ബോധപൂർവമായി തന്നെ അങ്ങനെ വന്നതാണോ അതോ കഥ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയതാണോ? അല്ല, കഥ അങ്ങനെയാണ് വന്നത്. കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ജ്വല്ലറി ബിസിനസ്സാണ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 70 വർഷമായി ഇപ്പോൾ ജ്വല്ലറിയിൽ ഫാദർ വന്നിട്ടുണ്ട്. ഞങ്ങൾ 5 ബ്രദേഴ്സ്, 5 പേരും ജ്വല്ലറിയിൽ തന്നെയാണ്. ഈ 60-65 ആ സമയത്ത് 70s ധാരാളം മലയാളികൾ ഗൾഫിലേക്ക് പോവുകയും അവിടുന്ന് ദുബായ്ക്കാരനായിട്ട് വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, വീട്ടുകാർ ചോദിക്കുക, ഗോൾഡ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അന്ന് ഇന്ത്യയിൽ ഗോൾഡ് കൺട്രോൾ ആക്ടുള്ള സമയമാണ്. അന്ന് ഗോൾഡ് ഉപയോഗിക്കാനോ കൊണ്ടു നടക്കാനോ പാടില്ല, പ്രത്യേകിച്ച് 24 കാരറ്റ്. ഇവിടെയും പുറത്തെ രാജ്യത്തായിട്ടുള്ള ഗോൾഡ് പ്രൈസിൻ്റെ ഡിഫറൻസ് മോർ ദാൻ 10 times. അപ്പോൾ അന്ന് കള്ളക്കടത്ത് ധാരാളം നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയ ഹിന്ദി സിനിമകളൊക്കെ കണ്ടറിയാം. ഗോൾഡ് സ്മഗ്ലിംഗ് ഇങ്ങനെ ബോട്ടിൽ കൊണ്ടുവരാം. എന്താണ് ലോഞ്ചിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ ജ്വല്ലറി നടത്തിയിരുന്നപ്പോൾ 70s ഈ ഗൾഫുകാരുടെ വരവ് കണ്ടിട്ട് നമുക്കങ്ങനെ ഒരു താല്പര്യം വന്ന് ഗൾഫിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമായി. എനിക്ക് 86 പോകാനുള്ളൊരു അവസരം കിട്ടി. 40 years ആയി അപ്പോൾ അല്ലേ? ഈ വർഷം 40ാമത്തെ വർഷമാണ്. കടൽ കടന്ന് സ്വർണ്ണ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് 40 വർഷം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള മലയാളികളാണ് കസ്റ്റമേഴ്സ്. ഗുജറാത്തി ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. അവിടെ സെയിൽസിൽ മലയാളി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ജ്വല്ലറി തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കന്ന് തൃശ്ശൂരും കാലിക്കറ്റും ഷോപ്പുണ്ട്. അങ്ങനെ അധികം വൈകാതെ അവിടെ ഷോപ്പ് തുടങ്ങി. ഇന്ന് എനിക്കിപ്പോൾ 12 രാജ്യങ്ങളിലായിട്ട് 190 ഷോറൂംസ് ഉണ്ട്. ഏറ്റവും പുതിയതായി തുടങ്ങുന്നത് ഓസ്ട്രേലിയയിലാണ് അല്ലേ? അവിടെ തുടങ്ങിയിട്ട് 4 മാസമായി. ഇനി വരാൻ പോകുന്നത് 2 രാജ്യങ്ങൾ. ഞങ്ങളുടെ പുതിയതായിട്ട് വരുന്നത് കാനഡയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ ഓക്ലാൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ പ്ലാൻ വലിയ പ്ലാനൊക്കെയാണ്.
എന്തായാലും നെക്സ്റ്റ് ഇയറിനകത്ത് 220 ഷോറൂംസ് ഇൻ 14 കൺട്രീസ്. അതാണ് അംബിഷൻ. അതാണ് നെക്സ്റ്റ് ഇയർ അംബിഷൻ. അത് ഞാൻ ആ അംബിഷനെ കുറിച്ച് പറയുമ്പോൾ ഈ 86-ൽ പോകുന്നു, 88-ൽ അബുദാബിയിലാണ് ആദ്യത്തെ സ്റ്റോർ തുടങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറ്റ്സ് ബീൻ എ ഹ്യൂജ് എക്സ്പാൻഷൻ സ്റ്റോറി. അതിനിടയിൽ ജോയാലുക്കാസ് എന്നുള്ള ബ്രാൻഡ് ഉണ്ടായി എന്നിരിക്കലും അവിടെ മുതലുള്ള യാത്ര ഹ്യൂജ് എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിനകത്ത് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇൻറ്റഗ്രൽ ആയിട്ടൊരു കാര്യമാണ്. അങ്ങനെ ഇത്രയും വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സിസ്റ്റം ലേ ഡൗൺ ചെയ്യാതെ അത് സാധ്യമല്ല. അപ്പോൾ അത് ആദ്യം മുതലേ ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണോ അതോ പിന്നീട് യാത്രയിൽ തിരിച്ചറിഞ്ഞ് ചെയ്ത കാര്യമാണോ? ഞാൻ ആദ്യം മുതൽ ഇതൊക്കെ കാരണം ദുബായ് ആണ്. ദുബായിൽ പല സ്ഥാപനങ്ങളും കാണാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ഞാൻ 1991 അവിടെ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻ്റ് ചെയ്തു. 91 കുവൈറ്റ് വാറിൻ്റെ സമയത്ത്. അന്ന് കമ്പ്യൂട്ടർ ബില്ലിംഗ് എന്നുള്ള ജോലി ഇൻഡസ്ട്രിയിലില്ല. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്നാൽ സോഫ്റ്റ്വെയർ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻ്റ് ചെയ്തു, സിസ്റ്റം ഉണ്ടാക്കി. ഞാൻ ഷോപ്പിനകത്ത് ഇരുന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അടുത്തൊരു ഡോക്ടറേറ്റ് കിട്ടാണ്ടായി സിറ്റ്കാര യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ നിന്ന്. അതിൻ്റെ കാരണം ഒരു ഫാമിലി ബിസിനസ്സാണ് ഈ ജ്വല്ലറി ബിസിനസ്. പാരൻസാണ് ഷോപ്പിലിരിക്കുക, ക്യാഷ് കൗണ്ടറിൽ ഓണറുണ്ടായിരിക്കും. അങ്ങനൊരു അവരെ തന്നെ അങ്കിളോ ആളുകളായിരിക്കും കടയിലകത്ത്. അതിൽ നിന്ന് മാറി ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ സിസ്റ്റം വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് HR, മാർക്കറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ എനിക്ക് ഷോപ്പ് തുടങ്ങാനായിട്ട് എൻ്റെ സിസ്റ്റം വന്ന് കംപ്ലീറ്റ് ബില്ലിങ്ങും സിസ്റ്റം വന്നപ്പോൾ ബാങ്കുകാർ പൈസ തരാൻ തയ്യാറായി. അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. അത് ഞാൻ ചോദിക്കാൻ വരുന്നു. ഫ്രാഞ്ചൈസികളില്ലാതെ, പബ്ലിക് ആവാതെ, IPO ചെയ്യാതെ സ്വയം പണം കണ്ടെത്തി ഇത്രയും വലിയ എക്സ്പാൻഷൻ ചെയ്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണം അതിൻ്റെ പിന്നാലെ വരും. പണത്തിൻ്റെ പിന്നാലെ പോയൊന്നും നടക്കില്ല. ഞങ്ങൾക്ക് ചില ടാർഗറ്റ് ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ സ്ഥാപനം തുടങ്ങുന്നത് 2002-ലാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങളുടെ പ്രദേശം തമ്മിലുള്ള പാർട്ടീഷനായി കഴിഞ്ഞപ്പോൾ ഒരു ചില കാരണങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് കോട്ടയത്ത് ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ ബാങ്കിൽ അപ്രോച്ച് ചെയ്ത് എനിക്ക് ക്യാഷിന് വേണ്ടിയിട്ട്. അന്ന് കേരളത്തിലുള്ള പല ബാങ്കുകളുണ്ട്, കാത്തലിക് ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കേരള ബേസ്ഡ് ബാങ്ക്സ്. അവരൊന്നും ജ്വല്ലറിക്കാർക്ക് പൈസ കൊടുക്കില്ല. ഞാനന്ന് നെക്സ്റ്റ് ഇയർ ഞാൻ ABN AMRO ബാങ്ക് ബോംബെ പോയി. ആൻഡ്രോപ്പിൽ പോയിട്ട് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പോയി കണ്ടു. എനിക്ക് ആ വർഷം 50 കോടി രൂപ ഫെസിലിറ്റി ലോൺ പാസ്സായി. 50 കോടി എന്നുള്ള ഇവിടെയുള്ള തൃശ്ശൂരിലുള്ള ബാങ്കുകാരൊന്ന് കേട്ടാൽ അവർ തലചുറ്റി വീഴും അന്ധകാലത്ത്. അന്ന് ഞാൻ ആ ഒറ്റ സംഖ്യ കൊണ്ട് 10 ഷോപ്പ് തുടങ്ങി. അന്ന് ഗോൾഡ് പ്രൈസ് 350 രൂപ പെർ ഗ്രാം. അന്ന് 50 കോടി എന്ന് പറഞ്ഞാൽ 10-15 ഷോപ്പ് തുടങ്ങാനുള്ള ക്യാഷ് ഉണ്ട്. അപ്പോഴാണ് ഈ തൃശ്ശൂരോ അല്ലെങ്കിൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ജ്വല്ലറിക്കാരൊക്കെ ചോദിച്ചത്, നിങ്ങളെങ്ങനെ കട തുടങ്ങുന്നത്? അവർക്ക് ഒരു കട തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവർക്ക് പല ജ്വല്ലറിക്കാരെടുത്തും ക്ലാസ് എടുക്കാൻ പോയി തുടങ്ങി. നിങ്ങൾ ഷോപ്പിലിരിക്കല്ലേ, ക്യാഷിൽ നിങ്ങൾ ഇരിക്കരുത്, ക്യാഷിൽ ക്യാഷിയർ ഇരിക്കട്ടെ, നിങ്ങളെല്ലാം ബില്ല് എഴുതി വെക്കുക, നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുക, നിങ്ങളുടെ ബുക്ക് ബാലൻസ് ഷീറ്റ് നന്നാക്കുക, അതാണ് നിങ്ങളുടെ തലവര. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കുകാർ കാശ് തരും. അന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചത്, കേരളത്തിലുള്ള ബാങ്കുകാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ അവർക്ക് ഈ എക്സ്പോഷർ ഇല്ല. അവർക്ക് ഇത്രയും വലിയ സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ പറമ്പ് പണയം വയ്ക്കുക അല്ലെങ്കിൽ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യുന്നൊക്കെയും പറയും. ഞാൻ ഇന്ന് വരെ പിന്നെ ഞാൻ മുഴുവൻ നോർത്ത് ഇന്ത്യയിലുള്ള ബാങ്ക്, നോർത്ത് ഇന്ത്യ മീൻസ് ഇൻ്റർനാഷണൽ ബാങ്കുകളോ അല്ലെങ്കിൽ വലിയ ബാങ്കുകളിലോ പോയിട്ടുള്ളൂ. നമ്മൾ നന്നായിട്ട് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാങ്കുകാർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇന്നും അതർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ ഇന്ന് എനിക്ക് പൈസ തരാനായിട്ട് എൻ്റെ ബാലൻസ് ഷീറ്റ് അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവർ പൈസ തരുന്നത്. അപ്പോൾ ഞാൻ ഈ വർഷം 40 പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട്, ഇത്രയും കോർപ്പറേറ്റ്സ് കൂടി കിട്ടും. അത് തുടങ്ങുന്നത് ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെൻറ്റോ വേറെ ഇൻവെസ്റ്ററോ ഇല്ലാതെ തുടങ്ങുന്നതിൻ്റെ കാരണം എൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ആ സ്ട്രെങ്ത് കൊണ്ടാണ്. ഈ താങ്കളുടെ പുസ്തകത്തിൽ കോമൺ ആയി റെക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു തീമാണ് സ്പീഡ് ഓഫ് ആക്ഷൻ. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക, ചുമ്മാ ചിന്തിച്ച് സമയം കളയാതിരിക്കുക.
അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കുള്ള ഒരു ചോദ്യം, ഈ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതിൽ ഒത്തിരി ഫോക്കസ് ചെയ്താൽ അതിനെക്കുറിച്ച് ആവശ്യത്തിന് അതിലേക്ക് ചിന്തിക്കാതെ എടുത്തുചാട്ടം, അതിൻ്റെ ഒരു റിസ്ക് ഇല്ലേ? ഇല്ല. ഞാൻ ആദ്യമൊക്കെ മീറ്റിംഗ് കൂടാറുണ്ട് ഫങ്ഷനേഴ്സായിട്ട്. അന്ന് ഞാൻ ഒരു CEO ആയിട്ട് ഒരാളെ, കുറച്ച് പുറത്തുനിന്ന് ഒരാളെ എടുത്തു. അതാ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് പറ്റില്ല, നിൻ്റെ സ്പീഡ് 180 km/h പോണേ, ഇത് എനിക്ക് പേടിയാവുന്നു. അപ്പോൾ ഞാൻ ഒഴിയാണ്. പക്ഷേ ആൾ പോകുമ്പോൾ എനിക്കൊരു ഉപദേശം തന്നു, ഇനി നിങ്ങൾ ഫങ്ഷനേഴ്സായിട്ട് മീറ്റിംഗ് കൂടണ്ട, നിങ്ങൾക്ക് ഫങ്ഷനേഴ്സിൻ്റെ ഇന്ന് ഒന്നും കിട്ടുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ വല്ല കോഫി ഷോപ്പിൽ പോയിട്ട് ഇവർ വിളമ്പുണ്ടാവും. അവരുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നുള്ളൂ. ഞാൻ അതിൽ പിന്നെ ഫങ്ഷനേഴ്സായിട്ട് മീറ്റിംഗ് കൂടിയിട്ടില്ല. ഞാൻ കാര്യം തീരുമാനിക്കുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ചില ടാർഗറ്റോ ചില ഈ ക്വാർട്ടറിൽ ഇത്ര ഉണ്ടാവണം, അതല്ലെങ്കിൽ അടുത്ത വർഷം ഇതാണ് പ്ലാൻ എന്നുള്ളത് മുമ്പേ തീരുമാനിക്കും. അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇന്ന് കമ്പനിയിൽ എനിക്ക് ഒരു 11,500ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. വെരി യങ് എംപ്ലോയീസ്. അതാണ് എൻ്റെ സ്ട്രെങ്ത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്പീഡ് എന്നത് ശ്രീ ജോയ് ആലുക്കാസിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണോ, അതോ ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി വന്നു ചേർന്നതാണ്? പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കാം. ആണ്. ഞാൻ ജൂവലറി തന്നെയല്ല ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഗൾഫിൽ, ഒമാൻ, കുവൈറ്റ് ആൻഡ് ബഹ്റൈൻ, അല്ല UAE. ഒരു 108 സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ഞാനൊരു ജോയ് ആലുക്കാസ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗോൾഡ് ടവർ പണിയുന്നുണ്ട്. കൊച്ചിയിൽ ഗോൾഡ് ടവർ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പണി നടക്കുന്നുണ്ട്. തൃശ്ശൂർ, കാലിക്കറ്റ് ആൻഡ് ദുബായിലൊരു ഗോൾഡ് ടവർ വരുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ടവർ എന്നുള്ളത് സാധാരണ കുറേ ബിൽഡിംഗ് പണിയല്ല, ഒരു ഫാൻസി ബിൽഡിംഗ്. തൃശ്ശൂരിലെ ബിൽഡിംഗ് കുറച്ച് വലിയ ബിൽഡിംഗ് ആണ്, ഒരു യുണീക്ക് അഡ്രസ് അല്ലേ? യുണീക്ക്. അപ്പോൾ നമ്മൾ വരും കാലങ്ങളിലും അതൊരു ഐക്കോണിക്കായിട്ട് നിൽക്കണം. സാർ, കമ്പനീസിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ജോയ് ആലുക്കാസ് എന്ന വ്യക്തിയിൽ നിന്നും ജോയ് ആലുക്കാസ് എന്ന കണ്ടിന്യൂസ് ആയി എഴുതുന്ന സ്മോൾ ലെറ്റർ A വരുന്ന ആ ഒരു ബ്രാൻഡിലേക്ക് ആ സെപ്പറേഷൻ, അതിൻ്റെ കാരണം എന്തായിരുന്നു? ഞങ്ങൾ ബ്രദേഴ്സെല്ലാം ഒന്നിച്ച് ബിസിനസ് ചെയ്യായിരുന്നു. ഈ ഞങ്ങളുടെ ആ ഒരു പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ അന്ന് ക്യാപിറ്റൽ ലെറ്ററാണ് ആലുക്കാസ്. ആലുക്ക എന്നുള്ളത് ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. S എന്നുള്ള ബിസിനസ്സിനോട് ചേർത്ത് ഫാദറായിട്ട് ഉണ്ടാക്കിയതാണ് ആലുക്കാസ്. പാർട്ടീഷൻ കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിൽ കട തുടങ്ങാൻ വന്നിട്ട് ഞാൻ ആദ്യം സ്മോൾ ലെറ്റർ ആലുക്കാസ് എന്നാക്കി. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞു, ഇത് ചെറിയ ലെറ്ററാണല്ലോ, നീ ഇനി ചെറുതായി പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേട്ടന്മാരോട് പറഞ്ഞു, ചെറുതായാൽ വലുതാവാം. വലുതായ ആൾക്ക് പിന്നെ വലുതാവാനില്ല. പക്ഷേ ജനങ്ങൾക്കിത് മനസ്സിലാവില്ല, ഈ സ്മോൾ ലെറ്ററാണോ ബിഗ് ലെറ്ററാണോ എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ബോർഡ് മാറ്റിയിട്ട് ആലുക്കാസ് ഇൻ്റർനാഷണൽ ആക്കി. അതും ക്ലച്ച് പിടിച്ചില്ല. അങ്ങനെ ഞാൻ ദുബായിൽ പോയിട്ട്, എൻ്റെ ദുബായിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ വലിയൊരു ബാനർ കണ്ടു, വലിയൊരു ബോർഡ്, മജീദ് അൽഫുട്ടൈം എന്ന് പറഞ്ഞു. അൽഫുട്ടൈം ഫാമിലി അവർ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് മജീദ് സെപ്പറേറ്റായിട്ട് അവർ സ്ഥാപനത്തിൻ്റെ പേര് മാറ്റി മജീദ് അൽഫുട്ടൈം ആക്കി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് നന്നായിട്ടുണ്ടല്ലോ, ആലുക്കാസിൻ്റെ കൂടെ ജോയും കൂടി ചേർക്കാം. ആ വണ്ടി ഞാൻ വീട്ടിൽ പോകാതെ മാഡ്കോ ഗൾഫ് എന്നുള്ള ഒരു ഏജൻസിയാണ് എൻ്റെ പരസ്യമൊക്കെയും തയ്യാറാക്കുന്നത്. അവരുടെ അടുത്ത് പോയി അവിടെ ഇരുന്ന് 4 മണി വരെ ഇരുന്ന് ജോയിൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് എൻ്റെ എല്ലാ ലൈസൻസും ഞാൻ പേര് മാറ്റി, ആലുക്കാസ് എന്നുള്ള ജോയ് ആലുക്കാസ് ആക്കി. ഇന്ത്യയിൽ പേര് മാറ്റി. അത് ക്ലച്ച് പിടിച്ചു. അത് നന്നായി. പിന്നെ ജോയ് ആലുക്കാസ് അങ്ങനെ പിന്നെ അതിന് ആഡ് കൊടുത്ത് അങ്ങനെ ആയി. ഇപ്പോൾ ജോയ് ആലുക്കാസ് എന്നുള്ള സ്ഥാപനം ഒരു ബ്രാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പല കമ്പനികളും പല ആളുകളും പേരോടുകൂടി വരേണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആലുക്കാസിൽ നിന്ന് ജോയ് ആലുക്കാസ് എന്നുള്ളത് വേറൊരു സ്ഥാപനമാണെന്നുള്ളത് ജനങ്ങളിലേക്ക് അറിയിക്കാൻ പറ്റി, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇനി ജോയ് ആലുക്കാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വർണത്തെക്കുറിച്ചും സ്വർണ്ണ വിലയെക്കുറിച്ചും സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു 1.5 വർഷം മുൻപാണെന്ന് തോന്നുന്നു ശ്രീ ജോയ് ഒരു പ്രഡിക്ഷൻ നടത്തി, അടുത്ത 1 വർഷത്തിൽ സ്വർണത്തിൻ്റെ വില ഇനിയും 100% കൂടും
എന്ന്. ആ പ്രഡിക്ഷൻ സത്യമായിരിക്കുകയാണ്. എങ്ങോട്ടാണ് സ്വർണത്തിൻ്റെ പോക്ക്? താങ്കൾക്ക് സന്തോഷമാണ്, എന്നാലും എങ്ങോട്ടാണ് സ്വർണത്തിൻ്റെ പോക്ക്? സ്വർണത്തിന് വില കുറയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ $600 കുറഞ്ഞിട്ടുണ്ട് പെർ ഔൺസ്. ഗോൾഡ് പ്രൈസ് കൂടാനുള്ള കാരണം നമ്മുടെ മിസ്റ്റർ ട്രംപാണ് ഇതിൻ്റെ ചരട് വലിക്കുന്ന ആൾ. അദ്ദേഹം ചാർജ് എടുത്ത അന്ന് മുതൽ ഗോൾഡ് പ്രൈസ് എല്ലാ മെറ്റൽസും എല്ലാ കറൻസിയും എല്ലാം മുകളിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഗോൾഡിനെയും അല്ലെങ്കിൽ മറ്റുള്ള പല മെറ്റൽസിനെയും മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് $600 കുറയാൻ കാരണം. ഗോൾഡിനെയും താഴേക്ക് ഇതൊക്കെയും കൃത്യമായിട്ട് കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ വരാനും സ്റ്റേബിലൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഗോൾഡ് പ്രൈസ് കുറയും. ഓക്കെ. അപ്പോൾ ഈ കൂടുന്ന സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്നത് കൂടുതലും ന്യൂ ജനറേഷൻ ആൾക്കാരാണ്. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ താങ്കളുടെ ഭാവി കസ്റ്റമേഴ്സാണ്. അപ്പോൾ പൊതുവെ ഈ തലമുറയെക്കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ, സ്വർണം ഉപയോഗിക്കുന്നതിൽ അത്ര താല്പര്യമില്ലാത്ത തലമുറ എന്നതാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. താങ്കളാണെങ്കിൽ 40 വർഷമായി പല തലമുറകൾ, കസ്റ്റമേഴ്സിൻ്റെ പല തലമുറകളെ ഡീൽ ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുന്നു, സ്വർണത്തിൽ താല്പര്യമില്ലാത്തൊരു തലമുറയാണെന്ന് പറയുന്നു. ഇതിനെയൊക്കെ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സ്വർണം വാങ്ങുന്ന പ്രത്യേകിച്ച് കേരളത്തിലുള്ള കുട്ടികൾ ആഫ്റ്റർ എഡ്യൂക്കേഷൻ പറയുന്നത് സ്വർണ്ണം വേണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് കൊച്ചുങ്ങൾ വേണ്ട, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ഇനി പഠിപ്പിച്ച് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് 190 ഷോറൂമുകളിൽ 10 ഷോറൂമേ കേരളത്തിലുള്ളൂ. ഈ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ നോക്കി ഇതൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ UP-യിലുണ്ട്, അതല്ലെങ്കിൽ അഹമ്മദാബാദിലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വളരെ ജ്വല്ലറി വാങ്ങുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ആന്ധ്ര, തെലങ്കാന. സ്വർണം വാങ്ങുന്നുണ്ട്, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇപ്പോൾ ജ്വല്ലറി വളരെ തിന്നായിട്ടുള്ള ജ്വല്ലറി അവൈലബിൾ ആണ്. എല്ലാ മിഷനറിയും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ട് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. 18 ക്യാരറ്റ് ജ്വല്ലറി ഉപയോഗിക്കാം, 9 ക്യാരറ്റ് ഉപയോഗിക്കാം, ഡയമണ്ട് ജ്വല്ലറി ഉപയോഗിക്കാം. ഡയമണ്ട് ജ്വല്ലറി റീസെയിൽ വാല്യൂ ഉള്ളതാണ്, നിങ്ങൾക്ക് 100% പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ജ്വല്ലറി വാങ്ങണമെന്ന് ഞാൻ പറയാം. 2 കാരണങ്ങളുണ്ട്. പെൺകുട്ടികളുടെ സൗന്ദര്യം കൂടും, ആൺകുട്ടികൾക്കും വാങ്ങാം. സൗന്ദര്യം വെറുതെ ഈ മുഖത്തുള്ള കോസ്മെറ്റിക്സ് തന്നെയല്ല, ആഭരണം ഒരു പരിധി വരെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. തന്നെയല്ല, എപ്പോൾ കാശിന് ആവശ്യം വന്നാൽ അപ്പോൾ എൻകാഷ് ചെയ്യാവുന്നതാണ് ഗോൾഡ് ജ്വല്ലറി. വേറെ എന്ത് സാധനം കൊണ്ടുകൊടുത്താലും കിട്ടില്ല, പൈസ കിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് കേരള മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗോൾഡ് ഓൺട്രപ്രണർ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടോ? അതായത് ഒരു വോള്യൂം ഓഫ് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും പൊതുവെ ഞങ്ങൾക്ക് കച്ചവടം കേരളത്തിൽ കുറവാണ്. 2 കാരണങ്ങൾ. ഞാനിവിടെ സ്ഥാപനം തുടങ്ങിയത് 10 ഷോപ്പ് അന്ന് തുടങ്ങി വന്ന ഉടനെ. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഇവിടെ എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്നുള്ളത്. അന്ന് എവറി ഡേ എന്നും ഹർത്താൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹർത്താലില്ല. അതല്ലെങ്കിൽ ഒരു വ്യാപാരി 10 പേര് ഷെയർ ഉണ്ടെങ്കിൽ ഒരാൾ മരിച്ചു, അന്ന് മുഴുവൻ മുടക്കുക. അല്ലാണ്ട് ആ ഫ്യൂണറിൽ നേരത്തല്ല മുടക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിന് മുഴുവൻ എതിരാണ്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ദുബായിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കോട്ടയത്ത് കട തുടങ്ങി. എന്ന് വിളിക്കുമ്പോഴും ഇന്ന് മുടക്കാണ്, നാളെ മുടക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവർ കാര്യം ചെയ്യേ, നമ്മളിതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൺഡേ തുറക്കാമെന്ന് പറഞ്ഞു. സൺഡേ തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ നരകത്തിൽ പോകാനായിട്ട് വേറെ മാർഗമൊന്നും വേണ്ട, എന്ന് സൺഡേ തുറന്നാൽ മതി. എൻ്റെ ഭാര്യയാണെങ്കിൽ 24 മണിക്കൂറും പ്രയറൊക്കെയാണ്. പക്ഷേ 52 വർഷത്തിലൊരു 60 ദിവസമെങ്കിലും ഹർത്താലും മറ്റ് മുടക്കുകളായിട്ടുള്ളതിന് ഞാൻ സൺഡേ സ്റ്റാർട്ട് ചെയ്തു. തിരുവല്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഏരിയ ആണ്. എൻ്റെ അടുത്ത് നിന്ന് അച്ഛന്മാർ ഒരു പള്ളിയിൽ നിന്നുള്ള വിളി വന്നു തുടങ്ങി. പക്ഷേ സൺഡേ തുടങ്ങി, ഞാൻ എറണാകുളത്ത് തുടങ്ങി, കൊല്ലത്ത് തുടങ്ങിയപ്പോഴാണ് മറ്റ് ടെക്സ്റ്റൈലുകാരും ജ്വല്ലറിക്കാരും പതുക്കെ തുടങ്ങി. ഇന്ന് ഒരെണ്ണത്തിനും സൺഡേ ഉറക്കമില്ല. ഒരു മുടക്കെടുക്കേണ്ട ദിവസം എല്ലാ ജ്വല്ലറിക്കാരും എല്ലാ ഷോപ്പുകാരും ഇപ്പോൾ സൺഡേ തുറക്കുന്നുണ്ട്. പ്രധാന ബിസിനസ് നടക്കുന്ന ദിവസം. ഇപ്പോൾ നമുക്കാണെങ്കിൽ മാൻ പവർ കൂടുതൽ വേണം, അവർക്ക് മുടക്കം കൊടുക്കണം. ഇപ്പോൾ ആണെങ്കിൽ എൻ്റെ അടുത്ത് സൺഡേ മുടക്കാൻ ഞാൻ തുറക്കാൻ പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഒരു ദിവസമെങ്കിലും എല്ലാവർക്കും ഒരേപോലെ മുടക്ക് കിട്ടുന്നതല്ലേ. ഇതിൻ്റെ കാരണം പറഞ്ഞത്, കേരളത്തിൽ ഞാൻ അന്ന് വന്നപ്പോൾ ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ 2004 കോയമ്പത്തൂർ കട തുടങ്ങി. അതിൽ പിന്നെ ഞാൻ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല.
അന്നാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിന് വെളിയിൽ അവിടെ എല്ലാം മുക്കില്യരായത് മുറിമുക്കൻ രാജാക്കന്മാരായിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ യൂണിഫോം, അവിടെ യൂണിഫോം കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ എംപ്ലോയീസൊക്കെ വെരി യങ് എംപ്ലോയീസ്. പിന്നെ ഒരു രഹസ്യം കൂടി പറയാം, എൻ്റെ എംപ്ലോയീസിന് ആർക്കും മുസ്റ്റാഷൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ക്ലീൻ ഷേവാണ്. ക്ലീൻ എംപ്ലോയീസ് ആണ്. അവർക്ക് വെരി ക്ലീൻ നീറ്റ്. അപ്പം ഇവരെ കാണാൻ വരെ ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഈ പുറത്ത് സ്ഥാപനം തുടങ്ങിയപ്പോഴാണ് ഇത്രയും ഈൽഡും ഇത്രയ്ക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഞാൻ വെറുതെ എന്തിനാ കേരളത്തിൽ വന്ന് ഈ മുടക്കും. അന്ന് 5% കേരളത്തിൽ വാറ്റ് ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, പുറത്ത് 1% ഉള്ളൂ. എല്ലാം നമുക്ക് എതിരാണ്. കേരളത്തിൽ 5%, കേരളത്തിന് വെളിയിൽ എല്ലാം അവിടെ 1%. അപ്പോൾ അന്ന് പിന്നെ ഹൈദരാബാദിൽ തുടങ്ങി, ഡൽഹി തുടങ്ങി, ബോംബെ തുടങ്ങി, ചെന്നൈയിൽ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊക്കെ അത്രയും ഓപ്പർച്യൂണിറ്റിയുള്ള സ്ഥലമാണ്. അന്ന് കേരളത്തിലുള്ള ആരും പോയിട്ടില്ല അവിടെ. അപ്പോൾ നേരത്തെ ചോദിച്ചതിന് സ്വർണം വാങ്ങാൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ പുറത്ത് ആളുകളുണ്ട്. ബിസിനസ്സിനെ അത് ബാധിച്ചിട്ടില്ല. താങ്കൾ എംപ്ലോയീസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് 2 ചോദ്യങ്ങൾ. ഒന്ന്, ഇത്രയും വലിയ വർക്ക് ഫോഴ്സ് ഉള്ളപ്പോൾ എന്തോ ഒരു എംപ്ലോയി സ്ട്രാറ്റജി തീർച്ചയായും ഉണ്ട്. അവരെ ഹാപ്പിയായി കൊണ്ടുപോകുന്ന എന്തോ ഒരു സ്ട്രാറ്റജി. ഓൾസോ താങ്കളുടെ ടീമിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് വർഷങ്ങളായി ജോയ് ആലുക്കാസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് ദേ ഹാവ് റിസൺ ടു ദ ടോപ്പ് റാങ്ക്സ്. ഒന്നത്. 2, വളരെ മെയിൽ ഇൻറ്റൻസ് ആയ ഒരു വർക്ക് ഫോഴ്സ് ആയിരുന്നു. അത് പതിയെ മാറി വരുന്നുണ്ടോ? ഈ 2 കാര്യങ്ങളൊന്ന് പറയും. ഇപ്പോൾ എൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു 20-22% ഗേൾസ് ഉണ്ട്. ഞാൻ പെൺകുട്ടികളെ കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അതൊരു 1-2 വർഷം 3 വർഷത്തിനകത്തൊരു 40% ലേഡീസ് ആയിരിക്കും എംപ്ലോയീസ്. അത് അപ്പോൾ ആ ചേഞ്ച് വരുന്നുണ്ട്. ആദ്യത്തെ എൻ്റെ ചോദ്യം, എംപ്ലോയീസിനെ ഹാപ്പിയായി വെക്കാനുള്ള ജോയ് ആലുക്കാസ് മന്ത്ര എന്താണ്? അത് 2-3 കാരണമുണ്ട്. ഞാൻ എത്ര സാലറി കൊടുക്കണോ അത്ര തന്നെ വാല്യൂ ലവ് കൊടുക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും സ്നേഹം കൊടുക്കുന്നില്ല. പൈസയല്ല വേണ്ട അവർക്ക്, അവരെ സ്നേഹിക്കുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ സ്നേഹം മാത്രം കിട്ടി അരി മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ മറ്റ് ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്ന ആ ഒരു സാലറി ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ സാലറി കൊടുക്കുന്നത്. എൻ്റെ അടുത്ത മാസം ഞാൻ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. 382 എംപ്ലോയീസ് 20 വർഷത്തിന് മുകളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് തൃശ്ശൂർ. അത്രയും പിള്ളേർ എൻ്റെ കൂടെ 20 വർഷം 22, ഞാൻ കമ്പനി തുടങ്ങിയിട്ട് 23 വർഷമായിട്ടുള്ളൂ എൻ്റെ. അപ്പോൾ ഇത്രയും എംപ്ലോയീസ് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ 12,000 അടുത്തുള്ള എംപ്ലോയീസിൽ 5 പേരാണ് പുറത്തുനിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുള്ളൂ. ഒന്ന് കമ്പനി സെക്രട്ടറി, ഒരാൾ ഇൻറ്റേർണൽ ഓഡിറ്റർ, പിന്നെ ഒരു CFO, പിന്നെ ആരാ, ബാക്കിയെല്ലാം എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ വളർന്ന് അവരെ ഞാൻ ഫങ്ഷണേഴ്സ് ആക്കി. അവരെ എൻ്റെ അമേരിക്കയിലും ലണ്ടനിലും എല്ലാവിടെയും വർക്ക് ചെയ്യുന്ന പിള്ളേർ മുഴുവൻ ഇവിടുന്ന് പോയിട്ടുള്ളവർ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. എൻ്റെ മണി എക്സ്ചേഞ്ചിൽ മോർ ദാൻ 1200 എംപ്ലോയീസ് ഉണ്ട്. അവരെല്ലാം എൻ്റെ ഇവിടുന്ന് പോയിട്ടുള്ളവരാണ്. ഓൾ വെരി യങ് എംപ്ലോയീസ്. അവരെൻ്റെ അടുത്ത് പോകാത്തതിൻ്റെ കാരണം ഞാൻ അവരെ അത്രയും സാലറി കൊടുക്കുന്നുണ്ട്, അത് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അവരെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IT വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എൻ്റെ ഏത് സ്ഥാപനത്തിൽ, എൻ്റെ HR, മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും ജൂവലറി സോഴ്സിങ് എല്ലാം താഴെ നിന്ന് വന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാം. പുറത്തുനിന്ന് വന്ന് പുറത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ അവിടുത്തെ ബാഡായിട്ടുള്ള പലതും ഒടുങ്ങി വന്ന് കൊണ്ടുവന്ന് ഈ കുട്ടികളും കേടാവും. പിന്നെ നമ്മുടെ പുതിയ കുട്ടികൾ എടുക്കുമ്പോൾ അവരെ നമുക്ക് മോൾഡ് ചെയ്യാം. പുറത്തുനിന്ന് ആളെ മോൾഡ് ചെയ്യാൻ പറ്റില്ല, അവർ സ്റ്റിഫായി കഴിഞ്ഞു. ഞാൻ എൻ്റെ വരുന്ന കുട്ടികളെ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്ങും അവരെൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസും ഇല്ലാതെ വരുന്നവരെയാണ് ജോയ് ആലുക്കാസിൽ. അതെനിക്ക് എന്തെങ്കിലും അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കില്ല. അവൻ കോളേജിൽ നേരിട്ട് വരാണെങ്കിൽ എടുക്കും. അത്രയും സന്തോഷം. അത്രയും സന്തോഷം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ചും കുട്ടികളെ ഗ്രാജുവേറ്റ്സ് ആയി പുറത്ത് വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഓൺട്രപ്രന്യേഴ്സായി വളർത്തിയെടുക്കുക എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും വോണ്ട് ബേ ഓൺട്രപ്രന്യേഴ്സ് ആണ്. അവർക്ക് വേണ്ടി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ബിസിനസ്സിലില്ലാത്ത, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലും കയ്യിലില്ലാത്ത
ആശയം മാത്രം കയ്യിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് എവിടുന്ന് തുടങ്ങാം, എന്ത് തുടങ്ങാം? ആശയം മാത്രം മതി. തുടങ്ങാനായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി രാവും പകലും അതിനുവേണ്ടി ഉത്സാഹിച്ചത് നടക്കും. ഇന്ന് എല്ലാം അവൈലബിളാണ്. നിങ്ങളിനി വേറെ ലൈബ്രറിയിലൊന്നും പോയിട്ട് പഠിക്കാൻ പോകണ്ട. നിങ്ങൾക്ക് ആ സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതൊക്കെ കിട്ടും. നിങ്ങൾക്ക് എവിടെ പോയി പഠിക്കണമെന്ന് അറിയാം. പക്ഷെ ഒരു നല്ല സ്ഥാപനത്തിൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് മതി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഈ എന്ത് കാര്യം ചെയ്യണോ ആ വിഷയത്തിൽ താല്പര്യം വേണം. ഇന്ന് മാർക്കറ്റ് ചെയ്യാന്നുള്ളതൊക്കെ വളരെ ഈസിയാണ്. പണ്ടത്തെ പോലെയല്ല. 10 പൈസ കയ്യിൽ വേണ്ട. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലൊന്ന് ടിക്ക് ചെയ്താൽ മതി. ഞാൻ ഒരു 6 മാസം മുമ്പ് ഒരു പരസ്യം ചെയ്തു. കുറച്ച് എൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, ജോളി സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്, എനിക്ക് സ്ഥാപനമുണ്ട്. അതിലേക്ക് പെൺകുട്ടികൾ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാനത് ആ സ്ഥാപനം കംപ്ലീറ്റ് ഇനി പെൺകുട്ടികൾ മതി എന്ന് പറഞ്ഞു. അവിടെയുള്ള എല്ലാ ആണുങ്ങളെയും ഒഴിവാക്കി. ഇനി കുറച്ച് പേരും കൂടി ഉള്ളൂ. അപ്പോൾ ക്യാഷിലും ബില്ലടിക്കുന്നിടത്തെല്ലാം പെൺകുട്ടികൾ. അപ്പോൾ മനോരമയിലും മാതൃഭൂമിയിലും ഞാൻ പരസ്യം ചെയ്തു. എനിക്ക് ഒരാളുടെ പേപ്പർ കിട്ടണില്ല. ആകെ 10 or 20 ആപ്ലിക്കേഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കാര്യം. ഞാൻ എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്തു. 2000-3000 ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഞാൻ ഈ വന്നവരോട് കുറച്ച് ഞാൻ ഇൻ്റർവ്യൂ ആയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കൊല്ലത്ത് പോയി. കൊല്ലം ഷോപ്പിൽ പോയിട്ട് ആ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നപ്പോൾ അവർക്ക് കൊല്ലത്തും എനിക്ക് ഷോപ്പുള്ളത് അറിയാം, ബാക്കി ഷോപ്പുള്ളത് അറിയില്ല. എനിക്ക് ജ്വല്ലറി ഉള്ളത് 1-2 പേർക്ക് അറിയാം, കേരളത്തിലുണ്ട്, പുറത്തുള്ളത് അറിയില്ല. നിങ്ങൾ പത്രം വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% ആൾ പത്രം വരുത്തുന്നില്ല. അവർ പത്രം വരുത്തുന്നേ ഇല്ല. അവരാകെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഗോസിപ്പുകൾ മാത്രം നോക്കിയിരിക്കലുള്ളൂ. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അറിയാത്തതിൻ്റെ കാരണം അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നില്ല അവർ. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ വെരി സ്ട്രോങ്. അപ്പോൾ ഇന്ന് നാളെ ഒരു എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി ഐറ്റം നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെക്കണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. അതെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വൈബ്രൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കണമെന്നില്ല. യു ക്യാൻ ഗോ വേറെവർ യു വാണ്ട്. ഇപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പണ്ട് കാലത്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, വിസ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് എവിടെ പോകാനും വളരെ ഈസിയാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മാർക്കറ്റാണ്. അപ്പോൾ പലയിടത്തും പോവാം. ഞാനിപ്പോൾ ഈ പുതുതായിട്ട് ഹോങ്കോങ്ങിലും ബാങ്കോക്കിലും ഷോപ്പ് തുടങ്ങാൻ പോവാം. അപ്പം ഞാൻ നമ്മുടെ സ്ഥാപനത്തിലും ഇങ്ങനെ ആലോചിച്ചിങ്ങനെ അവിടെ പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ അവിടെ ആരാ പോണേ? അവിടെ ധാരാളം ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ വേറെ ഒരു ഇന്ത്യൻസ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദ വേൾഡ് ഇസ് യുവർ മാർക്കറ്റ് അല്ലേ, ടു ബി ആൻ ഓൺട്രപ്രനർ. അപ്പോൾ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, അതിലൂടെ എൻ്റെ അവസാന ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. 2022 ഫോബ്സ് റിച്ചസ്റ്റ് ഇന്ത്യൻസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ജ്വല്ലർ ആയിരുന്നു ജോയ ലുക്കാസ് എന്നത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായി പുസ്തകത്തിൽ താങ്കൾ പറയുന്നുണ്ട്. കൈയടിക്കാനുള്ള മെയിൻ കാര്യം പറയാൻ പോകുന്നേ ഉള്ളൂ. 2025 സെപ്റ്റംബറിൽ ദിസ് മാൻ ബിക്കെയിം ദ റിച്ചസ്റ്റ് മലയാളി ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ ലോറലുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വരുമ്പോൾ ഇനി എന്താണ്? ഇത് പോപ്സുകാരൻ്റെ ഭംഗി കണ്ട് തരുന്നതാണ്, എൻ്റെ പൈസ കണ്ടിട്ടല്ല. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. ഇത് പോപ്സ് എങ്ങനെ തന്നേന്നുള്ള ഇനി തെറ്റി അവരെഴുതിയതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവർ 10-12 വർഷമായി പറയുന്നുണ്ട് ഞാൻ റിച്ചസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെയും ഒരു ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. ഓക്കെ. എന്നാലും ഇങ്ങനെയുള്ള ടൈറ്റിലുകളൊക്കെ അവിടെ ഇങ്ങനെ പറക്കുമ്പോഴും എന്താണ് ശ്രീ ജോയ ലുക്കാസിൻ്റെ സ്വപ്നം? ഇതൊരു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഇനിയുള്ള സ്വപ്നങ്ങൾ? കാരണം പുസ്തകത്തിൽ പറയുന്നുണ്ട് താങ്കൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. എന്താണ് വാട്ട്സ് നെക്സ്റ്റ്? എനിക്ക് ഈ ജ്വല്ലറി ബിസിനസ് ചെയ്തും എൻ്റെ ഫാദറിൻ്റെ കൂടെ നടന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തെന്ന് പറയില്ല. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഈ പ്രായത്തിൽ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം, എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ഒരു പ്ലാനുണ്ട്. എന്തായാലും ഈ അടുത്ത് തന്നെ ഡിക്ലെയർ ചെയ്യും. പുതിയ ഒരു സംരംഭം വരുന്നുണ്ട്. കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാവുന്ന വലിയൊരു സംരംഭം.
എപ്പോഴും ജ്വല്ലറി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റീറ്റെയിൽ ചെയ്യുന്നതിന് മാറ്റി വേറൊരു ഡിഫറെൻറ്റ് മേഖലയിലേക്ക് അതെ, അതിൽ പൈസ ഉണ്ടാക്കാൻ തന്നെയല്ല. പിന്നെ ഞാൻ ചാരിറ്റി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്യാൻസർ ഹോസ്പിറ്റൽ പണിയാൻ പോവാണ് ഇപ്പോൾ തൃശ്ശൂർ, പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ക്യാൻസറിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ CSRൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലേക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറേ ആളുകൾക്ക് അറിയില്ല. അങ്ങനെ കുറേ പരസ്യം ചെയ്തിട്ടുള്ള പരിപാടികളല്ല. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാത്ത. അല്ല, എനിക്ക് പുറത്ത് ഇങ്ങനെ ചെയ്യുന്നത് അറിയിക്കുന്നത് തന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്തായാലും പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ജനങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കൂടുതൽ ജനങ്ങൾക്ക് അതിൻ്റെ ഉള്ള ജോലി കിട്ടാവുന്നൊരു സംരംഭം. ഓക്കെ, അപ്പോൾ അതോടുകൂടി എൻ്റെ ചോദ്യങ്ങൾ തീർന്നു. ഇനി ലെറ്റ്സ് ഓപ്പൺ ദ ഫ്ലോർ. 1-2 ചോദ്യങ്ങൾ, ടൈമർ മിന്നുന്നുണ്ട്. 1-2 ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നുന്നു. ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് കൈപൊക്കുക. ഈ സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു അവിടെ ഒരു ചോദ്യമുണ്ട്. എൻ്റെ പേര് കബീർ എന്നാണ്. ഈ സ്വർണത്തിന് വില കൂടുമ്പോൾ സ്റ്റോക്കിന് വലിയ വില വ്യത്യാസം വന്ന് സ്വത്ത് കൂടുമല്ലോ, അതാണോ ഇഷ്ടം അതോ സ്വർണത്തിന് വില കുറയുന്നതാണോ ഇഷ്ടം? സ്വത്ത് കൂടുന്നില്ല. ഇപ്പം നിങ്ങളുടെ വീടിന് 100 രൂപയുള്ളത് അല്ല 1 ലക്ഷം രൂപ വീട് നാളെ 5 ലക്ഷം ആയാലും നിങ്ങൾക്കൊരു സന്തോഷമില്ല. നിങ്ങൾ അവിടെ തന്നെ താമസിക്കുക. ഞങ്ങൾക്ക് സ്വർണ്ണത്തിന് വില കൂടുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ കട നാളെ നിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ശരിയാണ്. ഞങ്ങൾ 100 രൂപയ്ക്ക് വിറ്റിട്ട് ഞങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ 110 രൂപയായി. അപ്പോൾ ഞങ്ങൾക്ക് ലോസാണ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ഏത് കച്ചവടക്കാർക്കും പ്രൈസ് കൂടുന്നത് ഒരു ഗുണകരമല്ല. ഞങ്ങൾക്ക് എന്തും കിട്ടുന്ന ആ ചെറിയ മണികൾ മതി. അല്ലാതെ ഞങ്ങൾ കടൽ വെട്ടിക്കാൻ നിൽക്കുന്നില്ല. ഓരോ തിര വരുമ്പോഴും എടുക്കാമെന്നല്ലാതെ നമ്മൾ സ്വർണത്തിൻ്റെ കച്ചവടത്തിലുള്ള ലാഭം ആ മെറ്റലിൻ്റെ വാല്യൂ കൂടുമ്പോൾ കിട്ടുന്നതല്ല. അത് നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് ഇന്ന് വാങ്ങി നാളെ വിൽക്കുമ്പോൾ കാശ് കിട്ടും. ഞങ്ങൾ വിൽക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു നിശ്ചിത സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ ഞങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഇന്ന് 10 ഗ്രാം വിറ്റ് കഴിഞ്ഞാൽ അതേ 10 ഗ്രാം അപ്പം തന്നെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല. ഞങ്ങൾക്കെന്നല്ല, ഒരു ജ്വല്ലറിക്കാർക്ക് അതിന് ഗുണമില്ല. ആ ജ്വല്ലറി നാളെ നിർത്തുകയാണെങ്കിൽ, ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന് 1 കോടി വിലയുണ്ട്, 100 കോടി ആയാലും എനിക്കൊരു ഗുണമില്ല. ഞാൻ നാളെ വിറ്റാലേ എനിക്ക് അതിന് ഗുണമുള്ളൂ. ഇപ്പോൾ സ്വർണത്തിന് വില കുറഞ്ഞിരുന്ന് കൂടുതൽ ആൾക്കാർ സ്വർണം മേടിക്കുന്നത് തന്നെയാണ് ശ്രീ ജോയ ലൂക്കാസിന് സന്തോഷം. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ റിച്ച് ആവും, അവർക്ക് നാളെ വിൽക്കാം, അപ്പോൾ അവർക്ക് പൈസ കൂടുതൽ കിട്ടും. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, 2 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് തിങ് ആസ് 40 years ഓഫ് എക്സ്പീരിയൻസ്, ഇത്രയും സ്ട്രെസ്ഫുൾ ആയ ലൈഫിലും ഇത്രയും ഹാൻസം ആയിട്ട് എങ്ങനെയാണ് നിൽക്കണേ? എൻ്റെ പേര് തന്നെ ജോയ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജോളി എന്നാണ്. പെർഫെക്റ്റ് മാച്ച് കോമ്പിനേഷൻ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലുള്ള ആളുകളാണ്. ഞാനങ്ങനെ അത്രയും ഈ ഭൂമി കിടന്ന് തിരിയുന്നത് എൻ്റെ ഈ സ്ഥാപനങ്ങൾ എൻ്റെ തലയിലല്ല. എനിക്ക് അത്രയും മിടുക്കന്മാരായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്. ഞാൻ ഓഫീസിൽ വരുന്നത് എൻ്റെ ഓഫീസിലുള്ളവർക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കുട്ടികളുടെ കൂടെ കൊച്ചു കുട്ടികളുണ്ട് വീട്ടിൽ, പേരക്കുട്ടികൾ, അവരുടെ കൂടെ കളിച്ചിരുന്നാൽ പോലെ ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് തലവേദനയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമ്പനി നടക്കുന്നത് എൻ്റെ തലയിലല്ല, അതിൻ്റെ സിസ്റ്റം അത് റൺ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം തന്നെ. കാരണം സ്റ്റാർട്ടിങ് ടു ദിസ് 11,000+ എംപ്ലോയീസ്. സോ ആ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ പലതും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പലർക്കും പറ്റണത് പൊട്ടും, അല്ലെങ്കിൽ അത് കണ്ടിന്യൂഷൻ കിട്ടാറില്ല. സോ അവിടെ ആ ഒരു ബേസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയാം. ഞങ്ങളുടെ എംപ്ലോയീസ് സ്റ്റാർട്ടിങ് 20-22 വയസ്സായിട്ടുള്ള കുട്ടികളാണ്. അവരെ ട്രെയിൻ ചെയ്ത് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന അവർ നമ്മുടെ കുട്ടികളാണ്. ഇപ്പോൾ സിംഗപ്പൂർ ഷോപ്പിലിരിക്കുന്നവർക്ക് അത് നമ്മളത് നോക്കണ്ട, അത് നടന്നോളും. പണ്ട് കാലത്ത് സ്വർണ്ണക്കടയിൽ കളവുണ്ടാവാറുണ്ട്. എംപ്ലോയീസും കക്കും കസ്റ്റമേഴ്സും അങ്ങനെ. അന്ധകാലം പോലെയല്ല ഇപ്പോൾ
എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്, എല്ലാം ബാർകോഡഡ് ഐറ്റംസ് ആണ്. ഒരു കാര്യം, ഒരു സാധനം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ സിസ്റ്റം ഇപ്പോൾ എല്ലാം ERP സിസ്റ്റമാണ്. അപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല. പിന്നെ എല്ലാം ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അന്നത്തെ പോലെ എംപ്ലോയീസിനും ചെറിയ ശമ്പളമല്ല കിട്ടുന്നത്. അപ്പോൾ അവരും ഹാപ്പിയാണ്. ഞാൻ എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനം കൊടുക്കില്ല. ഞാൻ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക്. എവറി 2 ഇയർ കൂടുമ്പോൾ അവരെ കംപ്ലീറ്റ് ബ്ലഡ് ചെക്ക് ചെയ്യൽ തൊട്ട് അവരെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അത് ഞാൻ ദുബായിൽ നിന്ന് പഠിച്ച പഠിപ്പാണത്. അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നെ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ഉണ്ട്, കമ്പനി വകയുണ്ട്. പിന്നെ അവർക്ക് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് 4 നേരം. പിന്നെ അവർക്ക് നല്ല അക്കോമഡേഷൻ. ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ചെന്നൈയിൽ ഞാനൊരു മീറ്റിംഗിൽ വന്ന് പറഞ്ഞു, ദുബായിലുള്ളവർക്ക് AC അക്കോമഡേഷൻ, ഇവിടെ AC അല്ലെന്ന്. അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനത്തിലും AC അക്കോമഡേഷനാണ്. ഇനി കാലത്ത് അവർ ജിമ്മിന് പോകണം നിർബന്ധമാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകണം. അങ്ങനെ പോണവർക്ക് ഒരു ഗ്ലാസ് പാലും ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും എക്സ്ട്രാ കിട്ടും. വെറുതെ ആണ് ഇവരെ കാണാൻ കോയമ്പത്തൂർ കസ്റ്റമേഴ്സ് വരുന്നത്. സ്ട്രാറ്റജീസ്. ജിമ്മിന് പുറത്ത് പോണവർക്ക് കിട്ടുള്ളൂ, എല്ലാവർക്കും കൊടുക്കില്ല. താങ്ക് യു. താങ്ക് യു. ആൻഡ് ടു ആർദ്ര, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.